പിറ്റേന്ന് രാവിലെ ജീവനോടുണ്ടായിരുന്നത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ, യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവം, ഡയാത്ലോ പാസ് ഇൻസിഡന്റ് അഥവാ ഡയാത്ലോ പാസ് ദുരന്തം. 1959 സോവിയറ്റ് യൂണിയനിലെ ഉറാൽ മലനിരകളിൽ 9 പരിചയസമ്പന്നരായ വിദ്യാർത്ഥികൾ ട്രക്കിങ്ങിനായി എത്തുന്നു. എന്നാൽ ട്രക്കിംഗ് കഴിയേണ്ടുള്ള സമയമായിട്ടും ഇവരെ ആരെയും വീട്ടിലോട്ട് കാണാത്തതിനാൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു തിരച്ചിലായി നടത്തുന്നു. ഒടുവിൽ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് ഇവയെല്ലാമാണ്. ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ടെന്റിന്റെ അകംവശം പൊളിച്ച നിലയിലും അതുപോലെ തന്നെ -30°C പോലും കുട്ടികൾ ചെരുപ്പില്ലാതെ ഇറങ്ങി ഓടിയതിന്റെ ഫുട്പ്രിന്റ്സും മറ്റു തെളിവുകളും അവിടെ ഉണ്ടായിരുന്നു. തുടർന്നുള്ള തെരച്ചിലുകളിൽ 9 കുട്ടികളുടെ ശവശരീരങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു. പുറമേ നിന്ന് കാണാൻ അത്ര വലിയ മുറിവുകളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും അവരുടെ ആക്സിയോസ്കെൽട്ടൻസ് ആയ തലയോട്ടിയും അതുപോലെ തന്നെ വാരിയലുകളും നല്ല തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചില കുട്ടികളുടെ കണ്ണുകൾ ചൂഴ്ന്നരിഞ്ഞപ്പെട്ട രീതിയിലായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ചിലവരുടെ നാവുകൾ അരിഞ്ഞപ്പെട്ട രീതിയിലായിരുന്നു കിട്ടിയിരുന്നത്. ഇവയെല്ലാം മഞ്ഞിടിച്ചിലുകളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമോ കാരണമായിരിക്കാം എന്നായിരുന്നു അന്ന് റിപ്പോർട്ട് എഴുതിയത്. ഇതിനെയെല്ലാം തുടർന്ന് പല സിദ്ധാന്തങ്ങളും അവിടെ പരക്കാൻ തുടങ്ങി. UFO അറ്റാക്കോ, യതി ആക്രമണമോ, അതുമല്ലേ രഹസ്യ സൈനിക പരീക്ഷണമോ, അതുമല്ലേ മഞ്ഞിടിച്ചിൽ എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടുത്തെ സ്വദേശിവാസികൾ വിശ്വസിച്ചിരുന്നത്. ഇവയ്ക്കെല്ലാവർക്കും ഒരു അവസാനം എന്ന പോലെ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് വെളിവിലെത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു. ഈ 9 വിദ്യാർത്ഥികൾ പോയിരുന്ന ട്രക്കിംഗ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് രാത്രിയിൽ മഞ്ഞിടിച്ചിലുണ്ടാവുകയും അതുമൂലമുണ്ടായ അപകടങ്ങളാണ് ഇവർക്കുണ്ടായ മരണത്തിന് കാരണമെന്നായിരുന്നു ആ കാലഘട്ടത്തിൽ വിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പോലും ഇവരുടെ മരണത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏതാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നോ ഇപ്പോഴും ആർക്കും മുന്നിൽ ഒരു റിപ്പോർട്ടിലും തെളിയിക്കാനോ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിൽ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ